അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഒരു ഡൽഹി നോയിഡ യാത്ര ഒന്ന് ഒത്തു കിട്ടി. ചെറിയൊരു ബിസിനസ്, ഒരു നേരം പോക്ക്. അതിനിറങ്ങിയപ്പോൾ അതിനിടയ്ക്കുണ്ടായ പുലിവാലുകളും അതിനിടയ്ക്കുണ്ടായ നേരം പോക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് നിങ്ങൾ കാണാം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഇതിനകത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. താങ്ക് യു. ഇതാകണ്ട, നമ്മൾ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് എടുക്കാം, അത് എവിടേക്കായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതേപോലെ ലോഞ്ചിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ 5 പൈസ ചിലവില്ല, ഫുഡ് ഫ്രീ ആണ്. 3000 ഒരു ടിക്കറ്റ് എടുത്താൽ 2000 ഒരു ഭക്ഷണം ഫ്രീ ആയിട്ട് അടിക്കാം. ഏതെങ്കിലും തിരക്കില്ലാതെ ബാങ്കിൻ്റെ ഒരു കാർഡ് കാണിച്ചു കൊടുത്താൽ എല്ലാം റെഡിയാണ്. നമ്മളപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ പാസ്പോർട്ടോ അങ്ങനെയുള്ള കുറച്ചക്കറോ ഒന്നും വേണ്ട. തിരുവനന്തപുരത്ത് പോയി വന്നാലും നമുക്ക് കാര്യങ്ങൾ നടക്കും. യൂട്യൂബിൽ ഇടാൻ വിഷയങ്ങൾ കിട്ടാണ്ടായപ്പോഴാണ് ഞാൻ വെച്ചാൽ ഒരു ചെറിയ യാത്രയോട് പോവാം. ടിക്കറ്റിൻ്റെ കാശ് എങ്ങനെയായാലും ചാപ്പാടിൽ മുതലിപ്പിക്കാം, പോരാത്ത എങ്ങനെയായാലും യൂട്യൂബ് അമ്മായി തരും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മൾ ഡൽഹിക്ക് പോകാൻ എയർ ഇന്ത്യയുടെ 2 മണിയുടെ ഫ്ലൈറ്റിന് വന്നതാണ്. അവർ നീട്ടിപ്പോൾ ഈ സമയമായി. ഇപ്പോൾ പറഞ്ഞ് ആദ്യം പറഞ്ഞ് 8 മണിക്ക് തരാമെന്ന്, പിന്നെ പറഞ്ഞ് 11 മണിക്ക് തരാമെന്ന്, പിന്നെ പറഞ്ഞ് നാളെ കാലത്ത് തരാമെന്ന്. ഒഫീഷ്യലായിട്ട് അവരൊന്നും അനൗൺസ് ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്യില്ല. പാവപ്പെട്ട ജനങ്ങൾ, അമേരിക്കക്കാർ, കൊറിയൻകാരടക്കം എല്ലാവരും ഉണ്ട്. എന്തൊരു ഗതികേടല്ലേ. ജസ്റ്റ് ഒന്ന് വിളിച്ച് പറയാം, ഇന്ന് ഫ്ലൈറ്റ് ഇല്ല, നാളെ പോകാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് റീഫണ്ട് ചെയ്യാമെന്നോ പിടിക്കാമെന്നോ എന്ത് ചോദിച്ചാലും മിണ്ടാണ്ടിങ്ങനെ നടക്കാൻ കുറച്ച് സ്റ്റാഫ്. അവരെ പണ്ട് കാര്യമില്ല, അവരെ വലിയന്മാരൊക്കെ അകത്തിരിക്കുക. ഇതന്നെ ഇവിടുത്തെ സ്ഥിതി. ഇപ്പോൾ കാശ് കൊടുത്തതും പോയി. അന്ന് തിരിച്ചു പോകാന്ന് വെച്ചാൽ പുറത്തേക്ക് വിടില്ല, ലഗേജ് എടുക്കണമെങ്കിൽ വേറെ പ്രശ്നങ്ങൾ. എന്നിട്ട് എവിടെ ചെന്നെത്തി നിൽക്കും. എയർ ഇന്ത്യയുടെ പേര് പോയിട്ടൊന്ന് തിരിച്ചെടുക്കാൻ നോക്കണത് അവർ. തിരിച്ചു പോവില്ല കേട്ടോ.